മുല്ലപ്പെരിയാർ ദുരിതാശ്വാസത്തിൽ എല്ലാവരും സംഭാവന ചെയ്യുക. വൈകാതെ തന്നെ കേൾക്കാൻ പോണ ഒരു വാർത്തയാണത്. ഒട്ടും വൈകില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ കേരള സർക്കാരിന്റെയും തമിഴ്നാട് സർക്കാരിന്റെയും പിടിവാശി കൊണ്ട് ഇവിടെ മരിക്കാൻ പോണത് ഏകദേശം 50 ലക്ഷം പേരാണ്. വേറൊന്നുമല്ല പിടിവാശി. 1978 നമുക്ക് സപ്പോർട്ടായിട്ടൊരു വിധി വന്നിരുന്നു. അതായത് മുല്ലപ്പെരിയാർ ബലക്ഷയമാണെന്നും പറഞ്ഞുകൊണ്ട് 2014 ഒരു കൗണ്ടർ വിധി വന്നു. മുല്ലപ്പെരിയാറിന് ബലക്ഷയമില്ല, അത് സ്ട്രെങ്ത് ആണ്, അതുകൊണ്ട് 142 അടിയിലേക്ക് ഉയർത്താന്ന്. ഉടനെ തന്നെ തമിഴ്നാട് വീണ്ടും പോയി കേസ് ഫയൽ ചെയ്തു. 150 അടിയിലേക്ക് ഉയർത്തണം എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോഴും അത് കേസ് നടന്നുകൊണ്ടിരിക്കണം. 150 അടിയിലേക്ക് വന്നാൽ ഇത് എപ്പോൾ പൊട്ടിയെന്ന് ചോദിച്ചാൽ ഇത് ആക്കേണ്ടത് എത്രയും പെട്ടെന്ന് 50 അടി താഴ്ചയിലേക്ക് താത്തണം. ഇതിലാണ് തമിഴ്നാട് ഇപ്പോൾ വെള്ളം എടുക്കുന്നത് ടണൽ വഴി. ആ 104 അടി എന്നുള്ളത് ഏകദേശം ഒരു 50 അടി 40 അടിയിലേക്ക് താത്തി ടണൽ വഴി വെള്ളം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഡാം ഒരിക്കലും ഡീകമ്മീഷൻ ചെയ്യാൻ കോടതി സമ്മതിക്കില്ല. അതിന് കാരണമുണ്ട്. എന്താ വെച്ചാൽ ഇപ്പോൾ ഡാം ഡീകമ്മീഷൻ ചെയ്ത് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ ഏകദേശം 5 ലക്ഷം പേര് വെള്ളം കിട്ടാതെ മരിക്കും. ഒന്നുകിൽ വെള്ളം കിട്ടാതെ 5 ലക്ഷം പേര് മരിക്കും, അല്ലെങ്കിൽ വെള്ളവും ചെളിയും തിന്ന് 50 ലക്ഷം പേര് മരിക്കും. വെള്ളവും ചെളിയും തിന്ന് 50 ലക്ഷം പേര് മരിക്കും മാത്രമല്ല, ഇത് വന്ന് പൊട്ടിത്തെറിച്ച് പോണ നമ്മുടെ റിഫൈനറിയിൽ നിന്നുള്ള പൊട്ടിത്തെറിക്കുന്ന ഗ്യാസ്, ഓയില്, പെട്രോൾ, ഡീസൽ എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഏത് കടലിലേക്ക് എങ്ങടേക്ക് വേണമെങ്കിലും ഒഴുകാം, എത്ര ലിറ്റർ വേണമെങ്കിലും ഒഴുകാം. ടോപ്പ് ലെയറിലായിരിക്കും കിടക്കണത്. ഒരു കുഞ്ഞ് സ്പാർക്ക് ഉണ്ടെങ്കിൽ അങ്ങ് ദുബായ് വരെ വേണമെങ്കിൽ കത്തുപിടിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് വേണമെന്ന് വെച്ചാൽ. അപ്പൊ സേവ് മുല്ലപ്പെരിയാർ എന്ന് മാത്രമല്ല, അവിടെ നമുക്കൊരു പുതിയ ഡാമിന് പണിയാൻ പറ്റില്ല. അതും ലോജിക്കലി ഉള്ള കാര്യമല്ല. അവിടെ നമുക്ക് പുതിയ ഡാം പണിയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഒരു ഡാം, നമ്മൾ ചെറിയ ഡാം മുല്ലപ്പെരിയാർ ഡാം ഇവിടെ നിൽക്കുന്നു, അതിനെ മറച്ചു വെച്ചുകൊണ്ട് ഒരു വലിയ ഡാം പണിയണം. എന്നാൽ മാത്രമാണ് ഈ ഡാം ബലക്ഷയം വന്ന് പോയി ഈ ഡാമിലേക്ക് ആ വെള്ളം മൊത്തം ഇറങ്ങത്തുള്ളൂ. അപ്പൊ ഇപ്പൊ നിൽക്കുന്ന 136 അടി മുല്ലപ്പെരിയാറിനേക്കാളും ഈ 200 അടിയിലും പൊക്കത്തിൽ, അതുപോലെ തന്നെ വലിപ്പമുള്ള, അതുപോലെ കെട്ടുവണ്ണം വലിപ്പമുള്ള വലിയൊരു ഡാം പണിതാൽ മാത്രമാണ് ഇപ്പോൾ ഉള്ള ഈ ഒരു വെള്ളമൊക്കെ കൊള്ളാവുന്നുള്ളൂ. ഇപ്പൊ 15 TMC വെള്ളം വന്നിട്ട് തന്നെ കേരളത്തിൽ 5 ജില്ല പൊട്ടിപ്പോകും. ഇപ്പൊ പണിയാൻ പോകുന്നത് നമ്മൾ പ്ലാൻ കൊടുക്കണ പുതിയ ഡാമിന് ഏകദേശം ഒരു 22-25 TMC വെള്ളം കൊള്ളാൻ പാകത്തിനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. ഒരു 50 വർഷം കഴിയുമ്പോൾ കേരളം ഒന്ന് തന്നെ ഇല്ലാണ്ടാവാനുള്ള വലിയ ബോംബാണ് നമ്മൾ പണിയാൻ പറയണത്. അപ്പൊ അതിനേക്കാളൊക്കെ നല്ലത് ഏകദേശം ഒരു 50 അടി താഴ്ചയിലേക്ക് പുതിയൊരു തുരങ്കം പണിത്, അല്ലെങ്കിൽ ടണൽ പണിത്, അവിടെ നിന്ന് 50 അടി താഴ്ചയിൽ നമ്മുടെ മിനിമം ലെവൽ 50 അടി ആക്കുക. 50 അടി വരെയുള്ള വെള്ളം തമിഴ്നാടിന് കൊടുത്തോണ്ടിരിക്കുക. വെള്ളം തമിഴ്നാട് കിട്ടുകയും ചെയ്യും, നമ്മൾ 50 താഴ്ചയിൽ കിടക്കുകയും ചെയ്യും. നമുക്ക് കറണ്ട് പ്രൊഡക്ഷൻ വന്നത് ഇടുക്കി ഡാമിൽ നിന്നാണ്, റിസർവോയറിൽ നിന്നാണ്. നമുക്ക് അതുകൊണ്ട് ആ ഒരു ഇഷ്യൂ വന്നുമില്ല. അപ്പൊ ഇതാണ് നമ്മൾ ലോജിക്കലി ചിന്തിക്കേണ്ടത്.